ഇപ്പോൾ NM വിജയന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നു. തലസമയം ഞങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് മാഡത്തിനെ കണ്ടോളാന്ന് പറഞ്ഞതാണ്. അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ ആണെന്ന് എനിക്ക് അറിയില്ല, ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയതിന് ശേഷം ആദ്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല, കത്ത് മാത്രം കൊടുക്കാമെന്ന്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ സംസാരിച്ചില്ല. മാഡം പോകുന്നതാണ് പിന്നെ കണ്ടത്. ഈ സ്ഥിതി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? ഇവര് ഒന്നെങ്കിൽ മാഡത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ ആരെങ്കിലും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു മനഃപൂർവ്വം. അതല്ല എങ്കിൽ ഇവര് NM വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ചെയ്ത അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ചെയ്യുന്നത്. കോഴിക്കോട് പോയിട്ട് സംസാരിച്ചപ്പം അവർ തന്ന ഉറപ്പ് എന്താണോ ആ ഉറപ്പ് തന്നെയാണ്. ഉറപ്പ് മാത്രമേ അവർക്കുള്ളൂ. അവരുടെ ഉറപ്പിന് എത്രത്തോളം വില ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഉറപ്പ് അവർ ചെയ്തു തരാം എന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. എത്ര ദിവസം ഇനി വെയിറ്റ് ചെയ്യണമെന്നും അറിയുന്നില്ല. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്ത എമൗണ്ടിന്റെ 1/2% പോലും ആ 10 ലക്ഷം രൂപ ആവുന്നില്ല. അന്നേ ഇവര് പറഞ്ഞല്ലോ ജെനുവിനാണ്, നിങ്ങളുടെ ഭാഗം ജെനുവിനാന്ന് അവർ പറഞ്ഞല്ലോ. 10 ലക്ഷം തന്നത് ഒരു 1.5 മാസമായി. എവിടെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയില്ല. എൻ്റെ അടുത്ത് പ്രൂഫ് ഉണ്ട്. ഈ 10 ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ 2.5 കോടി രൂപ. ഇത് 2.5 കോടിയിൽ മുകളിലായി. ഇപ്പോഴ് കഴിഞ്ഞ ഡിസംബറിലെ കണക്കാണ് 2.5 കോടി. ഈ 2.5 കോടി രൂപേന്റെ മുകളിൽ ഈ 10 ലക്ഷം എവിടെ എത്താനുള്ള എമൗണ്ടാ? ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓരോ നോട്ടീസ് വരുന്നത്. അച്ഛൻ്റെ പേരിലുള്ള കേസുകൾ ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡിന്റെ പേരിലേക്ക് ഫോർവേഡ് ചെയ്ത് കോടതിയിൽ ഞങ്ങൾക്ക് സമൻസ് വന്നു. അതൊക്കെ ആര് ഉത്തരവാദിത്തം പറയും? ഇപ്പൊ അന്ന് സംരക്ഷിക്കാൻ വന്ന് പ്രിയങ്ക ഗാന്ധിയും കുടുംബമൊക്കെ 1.5 മണിക്കൂറോളം നിങ്ങളോട് സംസാരിച്ചാണ്. അപ്പൊ അവരുടെ ഭാഗം തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നത് ഒരു ആശങ്കയാണ്. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും കൂടെ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടായത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഈ മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ. ആവശ്യം ഞാൻ പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യയാണെങ്കിൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA തന്നെയാണ്. അത് അച്ഛനല്ലേ കത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇത്രയും ലൈവായിട്ടാണ് പറയുന്നത്, മീഡിയനെ സാക്ഷി നിർത്തിയിട്ട്. കാരണം പോരാടുന്നതിന് ഒരു പരിധിയുണ്ട്. ഞങ്ങൾ സാധാരണക്കാരാണ്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോ? ഈ കോടതി കയറി ഇറങ്ങണോ? ഈ 3 കുട്ടികളെ വെച്ച് ഞങ്ങൾ എത്ര സമയം റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്നു? ഒരു കാണാനുള്ള മര്യാദ പോലും ഇവർക്കില്ലേ? ഒരു മാനസിക പരിഗണന തരണ്ടേ? അല്ല, അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അച്ഛൻ്റെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയതാണ്. അല്ലാതെ ഈ പാർട്ടിയിൽ അച്ഛൻ വന്നതിന് ശേഷം കൊടുത്തതല്ല. അതിൻ്റെ എല്ലാത്തിൻ്റെ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനിവർക്ക് ഒരു മറുപടി പറയാനില്ല. 3 കുട്ടികളെങ്കിലും, ഒരു ചെറിയ 3 കുട്ടികൾ വന്നിട്ടുണ്ട്. ആ കുട്ടികളൊരു ഭാവിയെങ്കിലും അവർ നോക്കണ്ടേ? എന്താണിത്?